KSRTC ഡ്രൈവർ യദു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ വിഷയം കേരളത്തിൽ സജീവ ചർച്ചയാകുന്നതിനിടെ ഡ്രൈവർ യദുവിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് നടി റോഷ്ന ആൻഡ്രോയും രംഗത്ത് വന്നിരിക്കുകയാണ്. അശ്ലീല ഭാഷയിൽ ഭീഷണിപ്പെടുത്തിയെന്നും ഡ്രൈവർക്കെതിരെ നടപടി വേണമെന്നുമാണ് നടി റോഷ്ന ആൻഡ്രോയ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് പിന്നാലെ നിരവധി പേരാണ് നടിയെ വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും രംഗത്ത് വരുന്നത്. ഇതിനിടയിൽ മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രവീഷും അതിശക്തമായി തന്നെ CPM-ന് നേരെയും സഖാക്കന്മാരോടും ചിലതൊക്കെ ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അഞ്ജു പാർവതി പ്രവീഷിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ശബരിമലയിൽ കയറാൻ വേണം തുല്യത, സ്ത്രീ സമത്വം, ബാറിൽ അടിച്ചു ഫിറ്റായിട്ടിരിക്കാൻ, ഗുൽമോഹർ ചോട്ടിൽ കഞ്ചാവടിച്ച് കുൽസിതം ചെയ്യാൻ, രാത്രി സഞ്ചാരം ചെയ്യാൻ ഒക്കെ വേണം സ്ത്രീ സമത്വം. പക്ഷേ കയ്യിലിരിപ്പ് കൊണ്ട് ആരെങ്കിലും ചോദ്യം ചെയ്താൽ, ഒടുക്കത്തെ ഡോഗ് ഷോ ഇറക്കുമ്പോൾ ആരെങ്കിലും നീ പോടി എന്ന് പറഞ്ഞാൽ, തോന്നിവാസം കാണിക്കുമ്പോൾ അതിനെതിരെ വിരൽ ചൂണ്ടിയാൽ ഉടനിറക്കും വിമൻ കാർഡ്. അപ്പോൾ പിന്നെ അയ്യോ സ്ത്രീ എന്ന പരിഗണന തന്നില്ലേ എന്നുള്ള കൂട്ട ഒപ്പാരിയിടും അന്തടികൾ. കേരളത്തിലെ അന്തടികൾ അവറ്റോരുടെ ഉടായ്പകൾക്ക് വേണ്ടി എറിഞ്ഞിടുന്ന മാങ്ങയാണ് ഈ വിമൻ കാർഡ്. അതിൻ്റെ ജസ്റ്റ് മാങ്ങാത്തൊലി മാത്രമാണ് അവറ്റോൾക്ക് സ്ത്രീത്വം എന്നതും എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ജുവിൻ്റെ കുറിപ്പ്. ഇതിന് പിന്നാലെ നിരവധി പേരാണ് അഞ്ജുവിനെ വിമർശിച്ചും അനുകൂലിച്ചും രംഗത്ത് വന്നിരിക്കുന്നത്. അവിടെ കൊണ്ടും തീർന്നില്ല. മറ്റൊരു കുറിപ്പിലൂടെയും അഞ്ജു പാർവതി പ്രവേശ് അതിശക്തമായി തന്നെ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. അതിങ്ങനെയാണ്: KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ ഒരു MLA-ക്ക് ടിക്കറ്റ് എടുക്കണ്ട എന്ന് പോലും അറിയാത്തവന്റെ പേരിന് മുന്നിലുണ്ട് അഡ്വക്കേറ്റ് എന്ന ലേബൽ. പ്രബുദ്ധത പ്ലസ് 100% സാക്ഷരത. എന്താ അല്ലേ? 4 ദിവസം മിനക്കെട്ടുണ്ടാക്കിയ സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ച് മേയറൂട്ടിയെയും ഹബ്ബിയെയും അപ്പക്സ് അൾട്ടിമ പൂശി വെളുപ്പിക്കാൻ ഇറങ്ങിയ ഹിറ്റയാണ്. ഇപ്പോൾ വെളുത്തില്ല എന്ന് മാത്രമല്ല, സ്വന്തം വിവരമില്ലായ്മ ഒരിക്കൽ കൂടി വെളിയിൽ വരികയും ചെയ്തു. അതുപോലെ യൂണിയൻ ഇടപെട്ട് അടിച്ചു മാറ്റിയ മെമ്മറി കാർഡ് വെച്ച് MLA ബസ്സിൽ കയറിയിട്ടേ ഇല്ല എന്ന സ്റ്റാൻഡ് പൊളിയുകയും ചെയ്തു. ഒപ്പം മേയറൂട്ടി കാണിച്ച ഡോഗ് ഷോയും ഹബ്ബി കാട്ടിക്കൂട്ടിയ അന്തം ഷോയും ലോകമൊത്തം ഒരിക്കൽ കൂടി ചർച്ചയാവുകയും ചെയ്തു. ലെറ്റർ പാഡും സീലും എന്റേത്, പക്ഷെ കയ്യെഴുത്ത് ആരുടേതാ എന്ന് ഒട്ടുമേ ഉളുപ്പില്ലാതെ പറഞ്ഞിട്ടുള്ള മേയറൂട്ടിയുടെ ഉരുണ്ടുകളി എത്രയോ കണ്ടവരാണ് നമ്മൾ. ഇനിയിപ്പോൾ ഡോഗ് ഷോ കപ്പിൾസിനെ വെളുപ്പിക്കാൻ ഇപ്പോൾ UKG സെന്ററിൽ തിളച്ചു മറിയുന്ന ക്യാപ്സൂൾ ഇതായിരിക്കും. നഷ്ടത്തിലോടുന്ന KSRTCയെ രക്ഷിക്കാൻ ടിക്കറ്റ് എടുത്ത നല്ലവനായ യുവ MLA, യുവത്വത്തിന്റെ മാതൃക. എന്ത് കിട്ടിയാലും അത് അപ്പാടെ വിഴുങ്ങി അതെടുത്ത് മെഴുകി വയ്ക്കുന്ന അന്തം സുള്ളിടത്തോളം നാളെ ഈ സംഭവമൊക്കെ വെറും ഇലുമിനാറ്റിയാണെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല. എന്താ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ജുവിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്. അവിടെ കൊണ്ടും തീർന്നില്ല. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുണ്ടായ തർക്കം ചർച്ചയാകുന്നതിനിടെ ഡ്രൈവർക്കെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി നടി റോഷ്ന ആൻഡ്രോയും രംഗത്ത് വന്നിരിക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രൻ നേരിട്ടതിന് സമാനമായ അനുഭവം മാസങ്ങൾക്ക് മുൻപേ ഇതേ ഡ്രൈവറിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് റോഷ്ന പ്രമുഖ മാധ്യമത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രവൃത്തി പുരോഗമിക്കുന്ന ദേശീയപാതയിൽ വെച്ച് അപകടകരമാം വിധം തന്റെ വാഹനത്തെ മറികടന്ന ഇയാൾ പിന്നീട് ബസ് റോഡിൽ നിർത്തി ഇറങ്ങി വന്ന കേട്ടൽ അറയ്ക്കുന്ന അശ്ലീല ഭാഷയിൽ ഭീഷണിപ്പെടുത്തുകയും തെറി പറയുകയും ചെയ്തെന്നും റോഷ്ന പറയുന്നു. എന്നാൽ ഇത്രയും നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഈ സംഭവം പുറത്തു പറയുന്നതിന് പിന്നിൽ എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് നടിയെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം നിരവധി പേർ നടിയെ അനുകൂലിച്ചും രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനിടെ KSRTC ഡ്രൈവർ യദുവുമായുണ്ടായ വാക്കുതർക്കത്തിന് പിന്നാലെ താൻ ബസ്സിലെ യാത്രക്കാരോട് ഒരക്ഷരം സംസാരിച്ചിട്ടില്ലെന്ന് തിരുവനന്തപുരം മേയർ ആര്യയുടെ ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവ. ബസിന്റെ ഫുട്ബോർഡിൽ കയറുന്ന കണ്ടക്ടറോടാണ് സംസാരിച്ചത്. തന്നെയും ആരെയും പറ്റി പ്രചരിക്കുന്ന ചില വാർത്തകൾ വ്യാജമാണെന്നും സച്ചിൻ ദേവ് പറഞ്ഞു. സച്ചിൻ ബസ്സിൽ കയറിയോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. KSRTC ബസ് തടഞ്ഞതിന്റെ പേരിലുണ്ടായ വിവാദത്തിന് ശേഷം ആദ്യമായാണ് സച്ചിൻ ദേവ് ഒരു പ്രമുഖ മാധ്യമത്തോട് സംസാരിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം AA റഹീം MP നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്നും ടിക്കറ്റ് ആവശ്യപ്പെട്ടുവെന്നുള്ള കാര്യങ്ങളും ചർച്ചയായിരുന്നു. മാത്രമല്ല, മേയർ ഡ്രൈവർ യദു ഫോൺ സംഭാഷണത്തിലും ബസ്സിൽ കയറിയത് മേയറുടെ ഭർത്താവാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് മേയർ പറയുമ്പോൾ അതിൽ നിന്നും MLA ബസ്സിൽ കയറിയെന്നും വ്യക്തം.